ഇറാനിലെയും ഇസ്രയേലിലെയും പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ നീക്കം ആരംഭിക്കുന്നു. ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ശരത് ലാൽ ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പരമാവധി ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമായിരിക്കുമോ? ഏത് രീതിയിലായിരിക്കും ഈ നീക്കങ്ങൾ നടക്കുക? ഹർഷൻ, ഇത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യക്ക് മുമ്പിലുള്ളത്. കാരണം ഇറാനിൽ 12,000-ഓളം ഇന്ത്യക്കാരുണ്ട്. ജമ്മു കാശ്മീരിലെ വിദ്യാർത്ഥികളടക്കമുള്ള 12,000 പേർ ഇപ്പോഴും ഇറാനിലുണ്ട് എന്നുള്ളതാണ്. ഇസ്രയേൽ അതേപോലെ തന്നെ ഇന്ത്യക്കാരുടെ എണ്ണം വലുതാണ്. സ്വാഭാവികമായിട്ടും ഇസ്രയേലിലേക്ക് ജോർദാൻ വഴിയോ അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് ജോർദാൻ വഴിയോ കരമാർഗം ഒഴിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ. അതുതന്നെ 9 മണിക്ക് നേരത്തെ പറഞ്ഞ ഉന്നതതല യോഗത്തിൻ്റെ പ്രധാന അജണ്ട ഇതുതന്നെയാണ്. ഇസ്രയേലിലെയും അതേപോലെ ഇറാനിലെയും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യമായി കാണുന്നത്. കാരണം അത് ഈ വ്യോമപാത മുഴുവൻ അടച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു നേരിട്ടുള്ള അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ എത്താനുള്ള അല്ലെങ്കിൽ അത് ഇവരെ ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുവാൻ വളരെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അതേപോലെ തന്നെ ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും വിൻഡോ അനുവദിച്ചാൽ മാത്രമേ വ്യോമപാത തുറക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള പ്രശ്നം. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരോട് വളരെ കൂടുതൽ കരുതലോടെ ഇരുത്താൻ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇറാനിൽ നിന്ന് കരമാർഗമോ അല്ലെങ്കിൽ വ്യോമമാർഗമോ വാണിജ്യ റൂട്ടുകൾ അനുസരിച്ച് പുറത്തു പോകണമെന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഇന്ത്യ സർക്കാർ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ പൗരന്മാർ ജമ്മു കാശ്മീരിൽ നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ മെഡിക്കലിന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിനോട് അല്ലെങ്കിൽ തങ്ങളുടെ പഠനം മുടങ്ങും എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ അവർ ആ അഡ്വൈസറി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അതിർത്തി വഴിയുള്ള രാജ്യങ്ങൾ വഴി കരമാർഗമുള്ള ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക, അത് കഴിഞ്ഞ ശേഷം ആ രാജ്യത്ത് നിന്ന് ജോർദാൻ അടക്കമുള്ള രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു വഴി ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രധാന പരിഗണന എന്നുള്ളത് ഈ ഇസ്രായേലിലും അതുപോലെ ഇറാനിലുമുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. അത് സംബന്ധിച്ച ആലോചനകൾ ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ അല്പസമയത്തിനടക്കം തന്നെ തീരുമാനമെടുക്കും. ഏതായാലും ഒഴിപ്പിക്കാനുള്ള ഒരു അഡ്വൈസറി ഓൾറെഡി ഈ രണ്ട് എംബസികളും ഇറാനിലെയും അതേപോലെ തന്നെ ഇസ്രയേലിലെയും ഇന്ത്യൻ സ്ഥാനപതിമാർ നൽകിയിട്ടുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു നീക്കത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇവർ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ അറിയിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഇതിനു വേണ്ടിയുള്ള ടോൾ നമ്പറും പുറത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യക്കാരെ ഇറാനിൽ നിന്ന് തിരിച്ചെത്തുക എന്നൊരു ബൃഹത്തായ ഒരു ദൗത്യമാണ്. ഇസ്രയേലിനെക്കാട്ടും ഉപരി കാരണം വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യമായതിനാൽ വിമാനത്താവളങ്ങൾ പ്രവർത്തന യോഗ്യമാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഇറാനിൽ നിന്ന് അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല. എന്നാൽ അമേരിക്ക വ്യക്തമാക്കുന്നത് വിമാനത്താവളങ്ങളും മിസൈൽ ലോഞ്ചിങ് പാഡുകളും ഒക്കെ ബോംബിട്ട് നശിപ്പിച്ചു എന്നാണ്. ഈ സാഹചര്യത്തിലാണ് തൊട്ടുള്ള അതിർത്തി വഴി അടുത്ത രാജ്യങ്ങളിൽ നിന്ന് ജോർദാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഉള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നത്. ഹർഷൻ, ശരത്താണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇറാനിൽ അകപ്പെട്ട 12,000-ഓളം വരുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്ന വിവരമാണ് ശരത്ത് നൽകിയത്. ഇനി